നമ്മൾ പാലക്കാട് ഒഴിവ് സമയങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് ഏതാണ്? വാടിക തന്നെ. കുട്ടികളെ കൊണ്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം എനിക്ക് തോന്നുന്നു വാടിക തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് പാലക്കാട് വാടികയിലാണ്. പലർക്കും അറിയാത്തൊരു സ്ഥലമാണ് വാടിക എന്ന് പറയുന്നത്. നമ്മളെ കോട്ടനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് വാടിക. അപ്പോൾ ഞാനിന്ന് ഫാമിലി ആയിട്ടാണ്, ഞാനും വൈഫും പെങ്ങളും കുട്ടിയും ഉമ്മയും ഞങ്ങൾ ചുമ്മാ വൈകുന്നേരം വന്നതാണ്. ഇന്നത്തെ തിരക്കാണ് കേട്ടോ കാണുന്നത്. ഒരുപാട് ആൾക്കാരുന്നുണ്ട്. പാലക്കാട് നിന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഭയങ്കര ക്രൗഡാണ് കേട്ടോ. ഒന്ന് കുറേ ആളുകൾ പല സ്ഥലത്തുനിന്നും വാടികയിലോട്ട് വന്നിട്ടുണ്ട്. ചെറിയ പിള്ളേർക്കൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. കളിക്കാനാണെങ്കിലും ഊഞ്ഞാലും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു ഉദ്യാനം തന്നെയാണ് വാടിക എന്ന് പറയുന്നത്. നമുക്ക് സായാഹ്നങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പൂക്കൾ കൊണ്ടൊക്കെ സമൃദ്ധമായ ഒരു സ്ഥലമാണ് വാടിക എന്ന് പറയുന്നത്. ഹായ്, ഹലോ, പേരെന്തായിരുന്നു? അനീസ അല്ലേ? അപ്പോൾ നമ്മൾ പാലക്കാട് ഒഴിവ് സമയങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് ഏതാണ്? വാടിക തന്നെ. വാടികയാണ്. എന്തുകൊണ്ടാണ് വാടിക? വേറെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? സ്വാതി. അപ്പോൾ പാലക്കാട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഏതാണ്? ഫ്രീ ആയിട്ടൊക്കെ വന്നിരിക്കാൻ കുട്ടികളെ കൊണ്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം എനിക്ക് തോന്നുന്നു വാടിക തന്നെയാണ്. വാടിക. അപ്പോൾ ചേച്ചി എവിടുന്നാണ് വരുന്നത്? കണ്ണാടി നിന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പിള്ളേർക്ക് വേണ്ട സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സാർ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ്? ഡീറ്റെയിൽസ് വരുന്നത് നമുക്ക് 5 വയസ്സ് മുതലാണ് നമ്മൾ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 5 വയസ്സ് മുതൽ മേളിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട് ക്ലാസ്. അപ്പോൾ ഇന്ന് പ്രായപരിധി ഉണ്ടോ? പ്രായപരിധി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 ടു മേളിലേക്ക് എത്ര വയസ്സാണ്? ഏതൊരു വയസ്സാണെങ്കിലും ചെയ്യും, കുഴപ്പമില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഫീ എങ്ങനെയാണ് സാർ വരുന്നത്? ഫീ വരുന്നത് ഇപ്പം നമുക്ക് വെക്കേഷൻ ക്യാമ്പാണ്. വെക്കേഷൻ ക്യാമ്പ് വരുമ്പോൾ നമുക്ക് 1500 ആണ് വെക്കേഷൻ ക്യാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നത്. നമസ്കാരം, പേരെന്തായിരുന്നു ചേച്ചി? രമ്യ. ചേച്ചി, അപ്പോൾ നമ്മൾ പാലക്കാടേ വന്നിരിക്കാൻ പറ്റിയ നല്ല സ്പോട്ട് ഏതാണ്? പാലക്കാട് കോട്ടമൈതാനം ഉണ്ട്, വാടിക, മലമ്പുഴ, കവ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണ് ഇതിൽ? മലമ്പുഴ കവ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം. ഭയങ്കര സ്ഥലം. നമസ്കാരം, പേരെന്തായിരുന്നു? സനോജ്. അപ്പോൾ ചേട്ടാ, നമ്മുടെ പാലക്കാട് ഇങ്ങനെ ഒഴിവ് സമയങ്ങളൊക്കെ ഇരിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ഏതാണ്? ബെസ്റ്റ് പ്ലേസ് കോട്ടയുണ്ട്, നമുക്ക് അതുപോലെ വാടിക. അപ്പോൾ ഈ വാടികൻ്റെ പ്രത്യേകത എന്താണ്? കുട്ടികളെ കൊണ്ടുവന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം നമുക്ക് ഫ്രീ ആയിട്ട്. അവരെ കളിക്കാൻ വിട്ടേ പിള്ളേർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? നമസ്കാരം, പേരെന്തായിരുന്നു? മനു അല്ലേ? അപ്പോൾ നിങ്ങളൊരു ഒപ്പീനിയനിൽ പാലക്കാട് വന്നിരിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ഏതാണ്? കോട്ടയം. വാടികയാണ്. എന്തുകൊണ്ടാണ്? നല്ല ആംബിയൻസ് ആണ്, കുഴപ്പമില്ല. നമ്മൾ സ്ഥിരമായിട്ട് വരാറാണ്. എളുപ്പം വന്നെത്താൻ പറ്റിയൊരു പ്ലേസ്, പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ പ്ലേസ് ആണ്. നിങ്ങൾക്കൊക്കെ എവിടെയാണ്? സെയിം തന്നെയാണ് അല്ലേ? ഹലോ, പേരെന്തായിരുന്നു മോളു? എന്റെ പേര് ശിവാനി. ശിവാനി അല്ലേ? അപ്പൊ ശിവാനിക്ക് പാലക്കാട്ടിൽ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണ്? അവിടെ ഇപ്പൊ നമ്മുടെ മലമ്പുഴ ഉണ്ടല്ലോ, അവിടെ കവ ഉണ്ട്, പിന്നില് അതിന്റെ മുകളിൽ കുറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറെ പാർക്ക് ഉണ്ട് ഇവിടെ തന്നെ. അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. പാർക്കിൽ കളിക്കാനാണോ ഇഷ്ടം? ഓ, എന്താ പാട്ടൊക്കെ പാടോ? പാട്ട് പാടില്ല അങ്ങനെ. ഇല്ല, ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കും. പേരെന്തായിരുന്നു ബ്രോ? ആഷിഫ്. അപ്പോൾ നമ്മൾ പാലക്കാട് ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ഏതാണ്? പ്ലേസ് എന്ന് പറയുമ്പോൾ പാലക്കാട് കോട്ടയം. കോട്ടയാണ് അല്ലേ? എന്തുകൊണ്ടാണ്? അതായത് ഇവിടെ എല്ലാവർക്കും വന്ന് പോകാനുള്ള സെറ്റപ്പ് ഉണ്ട്.